നോമ്പ് ഏഴാം തിങ്കൾ. ലൂക്കാ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 41 മുതൽ 48 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ദേവാലയത്തെക്കുറിച്ചുള്ള വിലാപം. മുമ്പ് അന്യദേവന്മാരിലേക്ക് തിരിഞ്ഞതിന്റെ ഫലമായി BC 587 ദേവാലയം നശിപ്പിക്കപ്പെട്ടതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാത്തതിനെ വിമർശിക്കുകയാണ് യേശു. ദേവാലയത്തിന്റെ പരിശുദ്ധി കാത്ത് സൂക്ഷിക്കാത്തതിനാൽ തന്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത കൊണ്ട് അവൻ ദേവാലയം ശുദ്ധീകരിക്കുന്നു. അതിന് പുരോഹിതരും നിയമജ്ഞരും ജനപ്രമാണികളും അവനെ ചോദ്യം ചെയ്യുന്നുമുണ്ട്. സമാധാനപ്രിയനായ യേശുവിനെ നിരാകരിക്കുക മൂലം വീണ്ടും ജെറുസലേം ആക്രമിക്കപ്പെടുമെന്നും കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത വിധം അത് നശിക്കപ്പെടുമെന്നും യേശു മുന്നറിയിപ്പ് നൽകുന്നു. AD 72 റോമൻ പട്ടാളം ജെറുസലേമിനെ വളയുകയും വീണ്ടും പടുതുയർത്താൻ കഴിയാത്തവണ്ണം അതിനെ തകർക്കുകയും ചെയ്തു. യേശുവിന്റെ മരണവേളയിൽ നടുവേ കീറിപ്പോയ തിരശ്ശീലയും പിന്നീട് നഷ്ടപ്പെട്ട വാഗ്ദാന പേടകവും യേശുവിനെ നിരാകരിച്ച് വധശിക്ഷ നടപ്പിലാക്കിയതിന്റെ പരിണിത ഫലമാണ്. ദൈവനിഷേധം എന്ന വലിയ പാപം എല്ലാ കാലത്തും ദൈവകോപം വിളിച്ചുവരുത്തുന്ന വിനയാണെന്ന് ചരിത്രം ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചിട്ടും മനുഷ്യൻ ഇനിയും അതിൽ നിന്ന് പാഠം പഠിക്കുന്നില്ല.